ഹായ് ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ട്രേഡ് സെറ്റപ്പും ലെവൽസും ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതൊരു പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ സ്റ്റുഡൻസിന് വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ലൈവ് ട്രേഡിംഗ്, അതായത് സൂം പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ലൈവ് ട്രേഡിംഗ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടി ആഴ്ചയിൽ 1 or 2 ഡേയ്സ് നമ്മൾ ലൈവ് ട്രേഡിംഗ് സെഷൻ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും ആ ഒരു ലൈവ് ട്രേഡിംഗ് സെഷനിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം മാർക്കറ്റ് പ്രൊഫൈലിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ എൻട്രീസ്, അതിന്റെ പിന്നിലുള്ള റീസൺസ്, ഇതൊക്കെ നമ്മൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ. ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഓക്കെ. ഇപ്പം നാളത്തേക്ക് നമ്മൾ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് മാർക്കറ്റ് ഒരു റേഞ്ചിനുള്ളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം നാളത്തേക്ക് ഞാൻ നിഫ്റ്റിയില് അപ്സൈഡിലേക്ക് ഞാൻ ഈ ഒരു ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 25,900 മുതൽ 25,930 വരെയുള്ള ലെവൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ലെവലിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ ഞാൻ അപ്സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ടാർഗറ്റ് ആയിട്ട് ഞാൻ വെക്കുന്നത് 26,070 ലെവല്. അപ്പം അതേപോലെ തന്നെ 26,150 ആ ഒരു ലെവൽ. അപ്പം ഇവിടുന്ന് 930 ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 26,000 ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള പ്രൈസിന്റെ ബിഹേവിയർ നോക്കുക. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് ഞാൻ ഈ ഒരു ലെവലിന് താഴെ മാത്രമേ എൻട്രി പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതായത് 25,600 താഴെയായിട്ട് മാത്രമേ ഞാനൊരു ഷോർട്ട് സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ടാർഗറ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അതായത് 25,478 ആ ഒരു ഏരിയ ആണ്. അതായത് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് ബയേഴ്സ് ആക്റ്റീവായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് ബൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ലെവലാണ് എന്റെ ടാർഗറ്റ്. അതേപോലെ തന്നെ അടുത്ത ആഴ്ചയിൽ ഫർദറായിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 25,450 താഴെയായിട്ട് നമുക്ക് എഗെയിൻ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഷോർട്ട് സൈഡിലേക്ക്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 25,340 ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നതായിരിക്കും. അപ്പം ഇവിടെ ഒരു ലെവൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 25,340 മുതൽ 25,320 വരെയുള്ള ആ ഒരു ഏരിയ ഞാൻ ഒരു സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ലെവൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഫ്യൂച്ചറിന്റെ ലെവലോട് നമ്മൾ കൺസിഡർ ചെയ്യണം. മാർക്കറ്റ് പ്രൊഫൈലിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചറിന്റെ ലെവൽസ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഫ്യൂച്ചറിന്റെ ലെവൽസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു അപ്സൈഡിലേക്കും ഡൗൺ സൈഡിലേക്കും പറഞ്ഞ സ്പോട്ട് ചാർട്ടിന്റെ ലെവൽസ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചറിന്റെ ഈ ഒരു ലെവലോട് നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മാർക്കറ്റ് ഈ ഒരു രണ്ട് റേഞ്ചിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ കഴിഞ്ഞ രണ്ട് പ്രൊഫൈലും മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനുള്ളിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പം നാളത്തേക്ക് നമുക്ക് ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അപ്സൈഡിലേക്ക് നമുക്കൊരു റെഫറൻസ് പോയിന്റ് ആയിട്ട് വെക്കേണ്ടത് ഇവിടെ ഒരു POC ഉണ്ട്. അപ്പം ഈ ഒരു ലെവൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു നേക്കഡ് POC ഉണ്ട്. 26,040 ലെവല് നമ്മൾ കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ ആ, ഈ ഒരു ഏരിയ, അതായത് ഇവിടുന്ന് മാർക്കറ്റ് അഗൈൻ മുകളിലോട്ട് പോയി കഴിഞ്ഞാല് നമ്മുടെ ഇവിടെ രണ്ട് സിംഗിൾ പ്രിന്റ് ഉണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് സ്മാർട്ട് മണി ആളുകൾ താഴേക്ക്, അതായത് 8-1 മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ക്രിയേറ്റ് ചെയ്ത രണ്ട് സിംഗിൾ പ്രിന്റുകളാണ്. ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോവുക, എന്നാണോ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യണം. 26,095, അതുപോലെ തന്നെ 26,117 ആ ഒരു ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അവിടെ ഒരു സിംഗിൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്ത ഒരു ഏരിയയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൈസ് അവിടെ നിന്ന് റിജക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള പ്രൈസിന്റെ ബിഹേവിയർ കൺസിഡർ ചെയ്യാം. അപ്പൊ അതേപോലെ തന്നെ അപ്സൈഡിലേക്ക് എഗെയിൻ മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ലെവൽ ഇവിടെ ഒരു POC ഉണ്ട്. 26,242, അതുപോലെ തന്നെ 26,300 ലെവൽ. അപ്പൊ അടുത്ത ആഴ്ചയിൽ നിങ്ങൾ ഫ്യൂച്ചറിന്റെ ഈ ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.